Exercise 1.2 first question. Which of the following sets are examples of null set? ഒരു 4 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഏതൊക്കെയാണ് നൾ സെറ്റ് അഥവാ എം ടി സെറ്റിന് എക്സാമ്പിൾ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2. 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ നാച്ചുറൽ നമ്പേഴ്സ് ലിസ്റ്റ് ചെയ്യാം. നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാം 1, 2, 3, 4, 5, 6 എക്സെട്ര, അങ്ങനെ ഒത്തിരി ഉണ്ട്. ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഇതില് സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്നാ പറഞ്ഞ. ഓഡ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പേഴ്സ്. അപ്പൊ ഇരട്ട സംഖ്യകളൊക്കെ നമ്മൾ മായിച്ചോളാം, ഒറ്റ സംഖ്യകൾ മാത്രം. അതില് 1 കഴിഞ്ഞാൽ പിന്നെ 3 ആണ്, പിന്നെ 4 ഇല്ല 5 ആണ്, പിന്നെ 6 ഇല്ല. അപ്പൊ നമുക്ക് ഇതാണ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. പിന്നെ 7 ആയിരിക്കും വരിക. ഇതില് സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2, 2 വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള, 2 വെച്ച് ഡിവിസിബിൾ ആണോ ഈ നമ്പേഴ്സ് എല്ലാം? 1നെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3യെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 5നെയും പറ്റില്ല. അപ്പൊ ഓഡ് നമ്പേഴ്സിനെ ഒരിക്കലും നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഒരു സെറ്റ് ഇല്ല, ഇതൊരു നൾ സെറ്റ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, അതല്ല എങ്കിൽ ഇതാ ഇങ്ങനെ. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പേഴ്സ്. ഈവൻ പ്രൈം നമ്പേഴ്സ്. അപ്പൊ എന്താണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ ആരുടെയും ടേബിളിൽ, 1ന്റെ ടേബിളിൽ അല്ലാതെ വേറെ ആരുടെയും ടേബിളിൽ കാണാത്ത നമ്പേഴ്സിനെയാണ് നമുക്ക് ഈ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണ്. 2, 3, 5, 7 എക്സെട്ര ആണ്, 11 എക്സെട്ര ആണ് പ്രൈം നമ്പേഴ്സ്. അതിൽ ഈവൻ പ്രൈം നമ്പേഴ്സ് ഇതെല്ലാം 3 ഓടാണ്, 5 ഓടാണ്, 7 എല്ലാം ഓടാണ്, 2 മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ സെറ്റിൽ ആകെ ഒരു എലമെന്റേ ഉള്ളൂ. അപ്പൊ ഇത് ഒരു എലമെന്റ് ഉള്ളത് കൊണ്ട് ഇത് നൾ സെറ്റ് അല്ല. തേർഡ് വൺ, എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് എക്സ് ലെസ് ദാൻ 5 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 7. അപ്പൊ എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ, എക്സ് 5നേക്കാൾ ചെറുതായിരിക്കണം. 5നേക്കാൾ ചെറുതെന്ന് പറഞ്ഞാൽ 1 വരും, 2 വരും, 3 വരും, 4 വരും. ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 7, 7നേക്കാൾ ഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ 8 വരും, 9, 10, പിന്നെ അങ്ങോട്ട് ഒത്തിരി ഉണ്ട്. ഈ രണ്ട് കണ്ടീഷനും 5നേക്കാൾ ചെറുതും 7നേക്കാൾ വലുതുമായിട്ട് വരുന്നൊരു നാച്ചുറൽ നമ്പർ ഉണ്ടോ? ഇങ്ങനെ ഒരു നമ്പർ ഇല്ല. അപ്പൊ ഇതൊരു നൾ സെറ്റ് ആണ്, ഓർ an empty set. Fourth question, y such that y is a point common to any two parallel lines. ഏതെങ്കിലും 2 പാരലൽ ലൈൻസിന് കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റിന്റെ സെറ്റാണ് y എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 2 പാരലൽ ലൈൻസ് വരച്ചിട്ടുണ്ട്. ഈ 2 പാരലൽ ലൈൻസ് നമുക്ക് എവിടെയെങ്കിലും മുട്ടുവോ? ഇല്ല, അത് ഇന്റർസെക്ട് ചെയ്യില്ല. ഇന്റർസെക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരിക്കലും ഈ പാരലൽ ലൈൻസിന് ഒരു കോമൺ പോയിന്റ് ഉണ്ടാവില്ല. സോ ഇങ്ങനെ ഒരു സെറ്റ് ഇല്ല. ദിസ് ഇസ് എ നൾ സെറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ആർ ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്? ഫൈനൈറ്റ് സെറ്റ് ഏതാണ്, ഇൻഫൈനൈറ്റ് സെറ്റ് ഏതാണെന്ന് പറയേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സെറ്റ് ഓഫ് മന്ത്സ് ഓഫ് എ ഇയർ. ഒരു വർഷത്തിലെ മാസങ്ങളുടെ സെറ്റ്. എത്ര മാസങ്ങളുണ്ട്? 12 മന്ത്സ് ആണ് ഉള്ളത്. സെറ്റ് എഴുതുമ്പോൾ നമുക്ക് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, അങ്ങനെ ഡിസംബർ വരെ ഉണ്ട്. എക്സെട്ര അപ് ടു ഡിസംബർ. മൊത്തം 12 സെറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ സെറ്റിലെ എലമെന്റ്സിനെ നമുക്ക് എണ്ണാൻ പറ്റില്ലേ? അതുകൊണ്ട് ഇതൊരു ഫൈനൈറ്റ് സെറ്റ് ആണ്. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, 1, 2, 3 എക്സെട്ര ഇട്ടിട്ടുണ്ട്. ഈ സെറ്റിൽ നമുക്ക് എത്ര ലാസ്റ്റ് ഒരു നമ്പർ കൊടുത്തിട്ടില്ല, ജസ്റ്റ് എക്സെട്ര ഡോട്ട്സ് ഇട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്തേക്കാണ്. അതായത് ഈ സെറ്റിന് ഒരു എൻഡ് ഇല്ല. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണിത്. നമുക്ക് ഇതൊരിക്കലും നമുക്ക് ഇതിന്റെ അറ്റം കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന് എത്ര വേണേലും പോവാം. അപ്പൊ ഇതൊരു ഫൈനൈറ്റ് അല്ല, ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. അടുത്തത് 1, 2, 3 എക്സെട്ര അപ് ടു 99, 100. രണ്ടും സെയിം സെറ്റ് ആണ്, ഒറ്റ വ്യത്യാസമുള്ളൂ. ഈ സെറ്റ് എന്ന് പറഞ്ഞാൽ എൻഡ്ലെസ് ആയിട്ട് അങ്ങ് പോവാണ്, നമുക്ക് എത്ര വേണേലും എഴുതാം. ഈ സെറ്റിൽ അങ്ങനെയല്ല. 1 തൊട്ട് ഒരു എൻഡിങ് ഉണ്ട് 100 വരെ. 1 തൊട്ട് 100 വരെ 100 നമ്പേഴ്സ് ആണ് ഉള്ളത്. 100 നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. നമുക്ക് ഈ സെറ്റിന്റെ ഒരു എൻഡിങ് കണ്ടുപിടിക്കാൻ പറ്റും, എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് എണ്ണാൻ പറ്റും. അതുകൊണ്ട് ഈ സെറ്റ് ഫൈനൈറ്റ്. അടുത്തത്, സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഗ്രേറ്റർ ദാൻ 100. 100നേക്കാളും വലുതായിട്ടുള്ള
പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റ്. അപ്പം നമുക്ക് 101 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. 101, 102, 103, അങ്ങനെ നമുക്ക് 200 എഴുതാം, 300, അങ്ങനെ എന്തോരം വേണേലും എഴുതാം. എവിടം വരെ എന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇത് ഇൻഫൈനൈറ്റ്. ഇൻഫിനിറ്റ്ലി നമുക്ക് മെനി നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും ഇതിൽ. സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 99. അപ്പം നമുക്ക് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 99 എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2, പിന്നെ 3, പിന്നെ 5, 7, 11, അങ്ങനെ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ലെസ് ദാൻ 99 കഴിഞ്ഞാൽ പിന്നെ ചെറിയ നമ്പർ 98 ആണ്. 98 പ്രൈം നമ്പർ അല്ല. അടുത്തത് 97 പ്രൈം നമ്പർ ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും അവസാനത്തെ പ്രൈം നമ്പർ 97 ഇനിയും ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു സ്റ്റാർട്ടിങ്ങും കിട്ടി, ഒരു എൻഡിങ്ങും കിട്ടി. അതുകൊണ്ട് ഇത് ഫൈനൈറ്റ് സെറ്റ് ആണ്. തേർഡ് ക്വസ്റ്റ്യനും സ്റ്റേറ്റ് വെദർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഇസ് ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്. ഏതാണ് ഫൈനൈറ്റ്, ഏതാണ് ഇൻഫൈനൈറ്റ് എന്നാണ് പറയേണ്ടത്. ഫസ്റ്റ് വൺ, ദ സെറ്റ് ഓഫ് ലൈൻസ് വിച്ച് ആർ പാരലൽ ടു ദി എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻസ്. അപ്പം ഞാൻ എന്താ ഇവിടെ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ടുണ്ട്. ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്. ഇതിൽ എനിക്ക് എക്സ് ആക്സിസിന് പാരലൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരക്കാം. സോറി, ഞാൻ വരച്ചപ്പോൾ കുറച്ച് വളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ വരക്കാം. ഇത് ഒരു ലൈനായി. എനിക്കിനി ഇവിടെ തന്നെ വേറെ അടുത്ത ലൈൻ വരക്കാം. രണ്ടാമത്തെ ലൈനായി, മൂന്നാമത്തെ ലൈനായി, നാലാമത്തെ ലൈൻ. അങ്ങനെ എനിക്ക് എത്ര ലൈൻ വേണമെങ്കിലും ഇങ്ങനെ മേളിൽ വരച്ചു പോവാം എക്സ് ആക്സിസിന് പാരലലായി. അതായത് എന്തോരം വേണമെങ്കിലും നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇപ്പം ഇവിടെ ഞാൻ മാർക്കിങ് 1 കൊടുത്തു, ഇവിടെ 2 കൊടുത്തു, ഇവിടെ 3 കൊടുത്തു, 4 കൊടുത്തു, 5, 6, 7, അങ്ങനെ എനിക്ക് എന്തോരം വേണമെങ്കിലും ലൈൻസ് വരയ്ക്കാം. സോ ഈ സെറ്റ് ഇൻഫൈനൈറ്റ്. സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ദി ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ നമുക്കറിയാം ടോട്ടൽ 26 ലെറ്റേഴ്സ് ഉണ്ട്. അത് എ തൊട്ട് എ ബി സി അങ്ങനെ സെഡ് വരെ, എക്സ് വൈ സെഡ് വരെ ഉണ്ട്. അങ്ങനെ നമുക്ക് 26 ലെറ്റേഴ്സ് ഉണ്ട്. എന്തായാലും നമുക്ക് എൻഡിങ്ങും ഉണ്ട് സ്റ്റാർട്ടിങ്ങും ഉണ്ട്. സോ ഇതൊരു ഫൈനൈറ്റ് സെറ്റ്. തേർഡ് വൺ, സെറ്റ് ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 5. 5ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ 5ന്റെ ടേബിളിൽ വരുന്നത്. നമുക്ക് 1 into 5 5 അറിയാം. 2 5s are 10, 15, 20, 25, അങ്ങനെ ഒത്തിരി ഉണ്ട്. നമുക്കൊരു അറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് പോവുകയാണ്. ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇത് ഇൻഫൈനൈറ്റ്. The set of animals living on earth. എർത്തിലുള്ള ആനിമൽസിന്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സ്റ്റിൽ നമുക്ക് അറിയില്ലാത്ത ഒത്തിരി ആനിമൽസ് ഉണ്ട് നമ്മുടെ എർത്തിൽ. അപ്പോൾ അത് ഇതുവരെ നമുക്ക് കൗണ്ട്ലെസ് ആണ്, ഒത്തിരി ഉണ്ട്, എണ്ണം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. നെക്സ്റ്റ് വൺ, ദ സെറ്റ് ഓഫ് സർക്കിൾസ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി, നമുക്ക് ഒത്തിരി സർക്കിൾ വരയ്ക്കാൻ പറ്റും. 1ഉം 2ഉം അല്ല, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഒത്തിരി സർക്കിൾസ് നമുക്ക് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന പല രീതിയിൽ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ സെറ്റും ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഇൻ ദി ഫോളോയിങ് സ്റ്റേറ്റ് വെദർ എ ഈസ് ഈക്വൽ ടു ബി ഓർ നോട്ട്. എല്ലാ സബ് ക്വസ്റ്റ്യൻസിലും ഒരു സെറ്റ് എയും ഉണ്ട്, ഒരു സെറ്റ് ബിയും ഉണ്ട്. ഈ രണ്ട് സെറ്റ്സും ഈക്വൽ ആണോ അതോ അല്ലയോ നമുക്ക് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് വൺ, എ ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി. 4 എലമെന്റ്സ് ഉണ്ട്. ഇതാണ് എലമെന്റ്സ് എ ബി സി ഡി. സെറ്റ് ബി എന്ന് പറഞ്ഞാൽ ഡി സി ബി എ. ഇതിലും 4 എലമെന്റ്സ് ഉണ്ട്, ഈ സെറ്റിലും 4 എലമെന്റ്സ് ഉണ്ട്. ഇവിടെ എ ഉണ്ടോ? ഉണ്ട്, എ ഉണ്ട്. ബി, ഈ സെറ്റിൽ ബി തന്നെയാണ് ഇവിടെ ഉള്ളത്. സി ഉണ്ട്, ഡി ഉണ്ട്. എല്ലാ എലമെന്റ്സും, എയിലെ എല്ലാ എലമെന്റ്സും ബിയിലുണ്ട്. രണ്ടിന്റെയും ഓർഡർ വ്യത്യാസമാണെന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് പറയാം ഈ രണ്ട് സെറ്റ്സും ഈക്വൽ ആണ്. സെക്കൻഡ് വൺ, എ എന്ന് പറയുന്ന സെറ്റിൽ 1 2 3 4 എലമെന്റ്സ് ഉണ്ട്. ബി എന്ന് പറയുന്ന സെറ്റിലും 1 2 3 4. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് സെയിം ആണ്. ഇനി അടുത്ത എലമെന്റ്സ് നോക്കാം.
എയിൽ 4 ബിയിലുണ്ട്, അപ്പോൾ 4 ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് എളുപ്പത്തിന് വേണ്ടി ഒന്ന് വെട്ടാം. അടുത്തത് 8 ഇതിലുണ്ട് ഇതിലുണ്ട്, അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. 12 ഇതിലുണ്ട്, പക്ഷെ 12 ഇതിലില്ല. ദാ ഒരു എലമെന്റ് 12 ബിലോങ്സ് ടു എയിലെ എലമെന്റ് ആണ് 12, പക്ഷേ 12 ബിയിൽ ഇല്ല. അതുകൊണ്ട് നമുക്ക് എയും ബിയും ഈക്വൽ അല്ല എന്ന് പറയാം. തേർഡ് വൺ, എ എന്ന് പറയുന്ന സെറ്റ് 2, 4, 6, 8, 10 ഇതൊരു ഈവൻ നമ്പേഴ്സിന്റെ സെറ്റാണ്. അടുത്തത് ബി എന്ന് പറയുന്ന സെറ്റ് ബിൽഡർ ഫോമിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ബി എന്ന് പറയുന്ന സെറ്റിനെ റോസ്റ്റർ ഫോമിലോട്ടൊന്ന് കൺവേർട്ട് ചെയ്യാം. തന്നിട്ടുള്ളത് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ പോസിറ്റീവ് ഈവൻ ഇൻറ്റിജർ, അപ്പൊ പോസിറ്റീവ് ഈവൻ നമ്പർ ആണ്. ആൻഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, അതായത് 10നേക്കാൾ കുറവോ അതോ 10ഓ ആകാം. അപ്പോൾ 10ന് ശേഷം 10ന് മുൻപുള്ള ഈവൻ നമ്പേഴ്സ് ആരൊക്കെയാണ്? ഏറ്റവും ചെറിയ ഈവൻ നമ്പർ 2, 2, 4, 6, 8 ആൻഡ് 10. അപ്പൊ ഇതാണ് ബി എന്ന് പറയുന്ന സെറ്റ്. ഇനി എയും ബി ഈക്വൽ ആണെന്ന് നോക്കാം. എയിലും ബിയിലും 2 ഉണ്ട്, ഈക്വൽ. 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്, അതുപോലെ 10 ഉണ്ട്. അപ്പോൾ എയിലെ എല്ലാ എലമെന്റ്സും തന്നെ ബിയിലുണ്ട്. അപ്പോൾ ഈ രണ്ട് സെറ്റും ഈക്വൽ ആണ്. ലാസ്റ്റ് വൺ, എ is equal to x such that x is a multiple of 10. എ റോസ്റ്റർ ഫോമിലല്ല, സെറ്റ് ബിൽഡർ ഫോമിലാണ്. അപ്പോൾ നമുക്ക് എയിൽ നിന്ന് റോസ്റ്റർ ഫോമിലോട്ട് ആക്കുമ്പോൾ എലമെന്റ്സ് വരുന്നത് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 10 എന്ന് പറഞ്ഞാൽ 10ന്റെ മൾട്ടിപ്പിൾസ്, അതായത് 10, 10ന്റെ ഇരട്ടികൾ 20, 30, 40 അങ്ങനെ എത്ര വരെ എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് എക്സെട്ര അങ്ങനെ എന്തോരം വേണേലും പോവാം. ഇനി ബി എന്നുള്ള സെറ്റ് നോക്കിക്കേ, 10 എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട്, പക്ഷെ 15 ഇതിലില്ല. ബാക്കി 20 ഉണ്ട്, 25 ഇല്ല. അപ്പൊ നോക്കിക്കേ, 15 എന്ന് പറയുന്ന എലമെന്റിന്റെ നമ്മൾ ഫസ്റ്റ് നോക്കിയപ്പോ ബി 15 എന്ന് പറയുന്ന എലമെന്റ് ബിയിലുണ്ട്, പക്ഷേ 15 എയിലില്ല. അതുകൊണ്ട് ഒരു എലമെന്റ് ഇല്ലെങ്കിൽ പോലും ആ രണ്ട് സെറ്റും ഒരിക്കലും ഈക്വൽ ആവില്ല. അപ്പോൾ എ നോട്ട് ഈക്വൽ ടു ബി. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആർ ദ ഫോളോയിങ് പെയർസ് ഓഫ് സെറ്റ്സ് ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്യുക. എയും ബിയും കൊടുത്തിട്ടുണ്ട്. ഗീവ് റീസൺ, ഇതിന് എക്സ്പ്ലനേഷൻ, ഈക്വൽ ആണെങ്കിലും അല്ലെങ്കിലും എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് രണ്ടുപേരാണ്, 2ഉം 3ഉം. പക്ഷേ ബി സെറ്റ് ബിൽഡർ ഫോം ആണ്. ബി എന്ന് പറഞ്ഞാൽ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ സൊല്യൂഷൻ ഓഫ് ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ, അതായത് എക്സിന്റെ വാല്യൂസിന്റെ സെറ്റാണ് സെറ്റ് ബി. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ റോസ്റ്റർ ഫോമിലോട്ട് എഴുതാൻ എന്താണ് ഇതിന്റെ സൊല്യൂഷൻ എന്ന് കണ്ടുപിടിക്കാം. അതിനായിട്ട് നമുക്ക് സ്പ്ലിറ്റിംഗ് മിഡിൽ ടേം മെത്തേഡ് യൂസ് ചെയ്യാം. സ്പ്ലിറ്റിംഗ് മിഡിൽ ടേം മെത്തേഡ് യൂസ് ചെയ്യാൻ കോൺസ്റ്റന്റ് ടേമായ 6ഉം ഇൻറ്റു അതുപോലെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 1 ആണ്. 6 × 1 ചെയ്യുമ്പോൾ 6 കിട്ടും. 6ന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. 6ന്റെ ഫാക്ടേഴ്സ് ഒന്ന് ഇത് 6ഉം 1ഉം, രണ്ടാമത് 2ഉം 3ഉം. ഇത്രയേ ഉള്ളൂ 6ന്റെ ഫാക്ടേഴ്സ്. ഇനി ഇവരിൽ ആരാണ് മിഡിൽ ടേമായ 5xനെ സ്പ്ലിറ്റ് ചെയ്യാൻ നല്ലത് നോക്കുക. ഇവിടെ നമുക്ക് കൂട്ടുമ്പോൾ പോസിറ്റീവ് 5xും കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് 6ഉം കിട്ടണം. അത് 2ഉം 3ഉം ആണ്. അപ്പൊ 2ഉം 3ഉം കൂടെ കൂട്ടിയാൽ പോസിറ്റീവ് 5ഉം കിട്ടും, മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവ് 6ഉം കിട്ടും. അപ്പൊ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് മിഡിൽ ടേമായ 5xനെ ഇനി മുതൽ 2x + 3x എന്ന് എഴുതാം. എക്സിന്റെ ടേം ഇവരുടെ രണ്ടുപേരുടെയും ടേംസിൽ എഴുതുക. പ്ലസ് 6 = 0. അടുത്ത സ്റ്റെപ്പിൽ ഇതിൽ നിന്ന് രണ്ടിനും പെയർ ആക്കി കോമൺ എടുക്കുക. ഇവിടെ രണ്ടിടത്തും എക്സ് കോമൺ ഉണ്ട്, ബാക്കി ഇതിൽ എക്സ് പ്ലസ് 2. എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 2, 2x. അതുപോലെ ഇവിടെ രണ്ടിലും കോമൺ ആരാളുള്ള 3 ഉണ്ട്. 3 × x ചെയ്താലാണ് 3x കിട്ടുക. പ്ലസ് 3 × 2 ചെയ്താലാണ് ഇവിടെ 6 കിട്ടുക. = 0. ഇനി ഇവിടെ രണ്ടിലും കോമൺ x + 2 ഉണ്ട്. x + 2നെയും ബാക്കിയുള്ള x + 3 പോസിറ്റീവ് 3 അല്ല, അപ്പൊ x + 3 = 0. ഇനി ഓരോ ടേമിനെ ഇക്വേറ്റ് ചെയ്യാം. x + 2 = 0, അതുപോലെ x + 3 = 0. ഇവിടെ നിന്ന് x എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ 0 - 2 -2. അതുപോലെ x = 3 അങ്ങോട്ട് പോകുമ്പോൾ 0 - 3 -3. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂസ് കിട്ടി, -2ഉം -3ഉം. അതായത്
ബി എന്ന് പറയുന്ന സെറ്റിലെ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് -2 വരും, -3 വരും. ഇനി എ എന്ന് പറയുന്ന സെറ്റിൽ 2ഉം 3ഉം ആണ്, രണ്ട് എലമെന്റ്സും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എ നോട്ട് ഈക്വൽ ടു ബി എന്ന് എഴുതാം. സെക്കൻഡ് വൺ, A is equal to X such that X is a letter in the word follow. അപ്പോൾ ഇത് രണ്ടും സെറ്റ് ബിൽഡർ ഫോം ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെറ്റിന്റെ റോസ്റ്റർ ഫോം എഴുതുമ്പോൾ ഫോളോ എന്ന വേർഡിലെ ലെറ്റർ ആണ്. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ എഫ് എഴുതി, ഒ എഴുതി, എൽ എഴുതി, വീണ്ടും എൽ വരുന്നുണ്ട്, വേണ്ട നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, പിന്നെ എഴുതണ്ട. ഡബ്ല്യു എടുത്തെഴുതി, ഓ അടുത്ത ലെറ്റർ, ഓയും നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, അപ്പോൾ വീണ്ടും ഇനി ഓ റിപ്പീറ്റ് ചെയ്യേണ്ട. അടുത്ത ലെറ്റർ ഡബ്ല്യു. അപ്പോൾ 1 2 3 4 എലമെന്റ്സ് കിട്ടി. അടുത്തത് ബേ സച്ച് ദാറ്റ് വൈ ഇസ് എ ലെറ്റർ ഇൻ ദ വേർഡ് വോൾഫ്. വോൾഫ് എന്നുള്ള വേർഡിലെ ലെറ്റർ ആണ്. അപ്പോൾ അതിന്റെ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ ഡബ്ല്യു ഫസ്റ്റ് ലെറ്റർ, ഒ സെക്കൻഡ് ലെറ്റർ, എൽ തേർഡ് ലെറ്റർ, എഫ് ഫോർത്ത് ലെറ്റർ. ഇവിടെ റെപ്പറ്റീഷൻ ഒന്നും ഇല്ല. ഇനി നമുക്ക് ഈ രണ്ട് സെറ്റും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഫസ്റ്റ് ലെറ്റർ ആയ എഫ് എയിലുണ്ട്, ബിയിലുണ്ട്. സെക്കൻഡ് നോക്കുമ്പോൾ ഒ എയിലുണ്ട്, അതുപോലെ തന്നെ ബിയിലുണ്ട്. ഇനി എൽ നോക്കുമ്പോൾ എല്ലും എയിലുണ്ട്, ബിയിലുണ്ട്. ഇനി ഡബ്ല്യു നോക്കിയാൽ ഡബ്ല്യുവും എയിലുണ്ട്, ബിയിലുണ്ട്. അതായത് എയിലെ എല്ലാ എലമെന്റ്സും ബിയിലുണ്ട്, ബിയിലെ എല്ലാ എലമെന്റ്സും എയിലുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം എ ഇസ് ഈക്വൽ ടു ബി. രണ്ട് സെറ്റ്സും ഈക്വൽ ആണ്, പക്ഷേ രണ്ട് സെറ്റ്സിന്റെയും ഓർഡർ ഡിഫറെന്റ് ആണ്. ലെറ്റേഴ്സ് എഴുതിയിട്ടുള്ള ഓർഡർ ഡിഫറെന്റ് ആണ്, ബട്ട് ദേ ആർ ഈക്വൽ. സിക്സ്ത് വൺ എന്ന് പറഞ്ഞാൽ കുറെ സെറ്റ്സ് കൊടുത്തിട്ടുണ്ട്. എ ബി സി ഡി ഇ എഫ് ജി എച്ച്, അങ്ങനെ 8 സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഈക്വൽ സെറ്റ് സെലക്ട് ചെയ്ത് എഴുതാൻ. എ എന്ന് പറയുന്ന സെറ്റ് 2 4 8 12 4 എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ 4 എലമെന്റ്സ് ഉള്ള വേറെ സെറ്റുകൾ ബിയിലും സിയിലും ഡിയിലും ഒക്കെ 4 എലമെന്റ്സ് ആണ്. ഇനി എയിലെ 2 എല്ലാ സെറ്റിലും ഉണ്ട്, ഇതിലുണ്ട്, ഇതിലുണ്ട്. 4 ഇതിലുണ്ട്, ഇതിലുണ്ട്, ഇതിലുണ്ട്. അടുത്ത 8 എടുത്താൽ 8 ഉണ്ട്, 8 ഇതിലില്ല. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റ് ബിനോട് ഈക്വൽ അല്ല. ഇനി 8 ഇതിലുണ്ട്, ഓക്കെ. അപ്പൊ സിയിലുണ്ട്, ഇതിലില്ല. അപ്പൊ നമുക്ക് എയും സിയും നോക്കിക്കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റ് ബിനോട് ഈക്വൽ അല്ല, ഡിനോട് ഈക്വൽ അല്ല. ഇനി എ സി മാത്രം നോക്കിയാൽ മതി. അടുത്തത് 12 ഇതിലുണ്ട്, ഇവിടെ ഉണ്ട്. ഇനി രണ്ട് സെറ്റ് ഈക്വൽ ആണോ? അപ്പൊ എയിലെ എല്ലാ എലമെന്റ്സിലും പക്ഷെ 2 ഇല്ല. ഒന്നും കൂടെ നോക്കിക്കേ, എയിലെ 2 ബാക്കി എല്ലാ സെറ്റുകളിലും ഉണ്ട്, പക്ഷെ സിയിലില്ല. 4ഉം 8ഉം 12ഉം 4ഉം 8ഉം 12ഉം ഇവിടെ ഉണ്ട്. എയില് 2 ആണെങ്കിൽ സിയിൽ 14 ആണ്. അപ്പൊ എയും സിയും ബിയും ഡി ഒന്നും ഈക്വൽ അല്ല. ഇനി അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബിയും ഡിയും ഈക്വൽ ആണ്. നോക്കിക്കേ, 1 1 ഇതിലുണ്ട്, 2 ഇതിലുണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അതുപോലെ തന്നെ ഡിയിലെ എല്ലാ എലമെന്റ്സും ബിയിലും ഉണ്ട്. അപ്പൊ നമുക്ക് ബിയും ഡിയും ഈക്വൽ ആണെന്ന് പറയാം. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഇതുപോലെ തന്നെ സെലക്ട് ചെയ്താൽ ഇയും ജിയും ആണ് ഈക്വൽ. കാരണം -1 -1 1 1. ഇയിലെ എല്ലാ എലമെന്റ്സും ജിയിലെ എല്ലാ എലമെന്റ്സും ഈക്വൽ ആണ്. എഫ് 0 എ ആണ്, ഇവിടെ 0 1 ആണ്. അപ്പൊ എഫും എച്ചും ഈക്വൽ അല്ല. ബിയും ഡിയും അതുപോലെ ഇ ഈക്വൽ ടു ജി, ഇത് രണ്ടുമാണ് ഈക്വൽ സെറ്റ്സ്.